മെംബ്രെയിൻ പൊട്ടൻഷ്യൽ രണ്ട് തരത്തിലുണ്ട്: ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ ആൻഡ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻ അഫക്റ്റഡ് ബൈ ദ പൊട്ടാസ്യം അയോൺ ചാനൽസ് ആണ്. മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പൊട്ടാസ്യം കൂടുതൽ ഇൻസൈഡാണുള്ളത്. സോ അത് സെല്ലിൽ നിന്നകത്തോട്ട് വെളിയിലോട്ട് പോകും. പാസീവ് ഡിഫ്യൂഷൻ വഴി പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണല്ലോ, അപ്പം ഇൻസൈഡ് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. സോ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ -70 ആണ്. റെസ്റ്റിങ്ങിലും പൊട്ടാസ്യം ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഡ്യൂ ടു ഡിഫ്യൂഷൻ ഓഫ് പൊട്ടാസ്യം അയോൺസ്, ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ ഈസ് ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകും. അതുപോലെ തന്നെ പെർമിയബിലിറ്റി ഓൾസോ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹാർട്ടിൽ -90 ആണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. സ്കെലറ്റൽ മസിൽസിൽ -90 ആണ്, പക്ഷേ ന്യൂറോൺസിൽ -70 ആണ്. അതുപോലെ തന്നെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, റെസ്റ്റിംഗ് മെംബ്രെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പും -4 mV ആണ്. ചെറുതായിട്ട് ഡിഫ്യൂഷൻ ഓഫ് സേർട്ടൺ സോഡിയം അയോൺ ചാനൽസും ഉണ്ട്, നെഗ്ലിജിബിളായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈപ്പർ കലീമിയയിലാണെങ്കിൽ, ഹൈപ്പർ കലീമിയ എന്ന് പറയുമ്പോൾ അതിനർത്ഥം വെളിയിലുള്ള വെളിയിൽ പൊട്ടാസ്യം കൂടുതലാണ്. അപ്പോൾ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് വെളിയിൽ പൊട്ടാസ്യം കൂടുതലാണ്. സോ പൊട്ടാസ്യം എന്ത് ചെയ്യും? ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനകത്തേക്ക് പോകും. ഡിഫ്യൂഷൻ ഓഫ് പൊട്ടാസ്യം ഹാമ്പേർഡ്. സോ അകത്ത് വീണ്ടും പോസിറ്റീവിലേക്ക് മാറും. അങ്ങനെ അത് ഡീപോളറൈസ് ചെയ്യും, ഹൈപ്പർ എക്സൈറ്റബിൾ സ്റ്റേറ്റിലേക്ക് പോകും. ഇനി ഇൻ കേസ് ഹൈപ്പോകലീമിയ ആണെങ്കിൽ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഹൈപ്പോകലീമിയ ആണെങ്കിൽ എന്ത് ചെയ്യും? ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിൽ പോകും എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ഓഫ് പൊട്ടാസ്യം മൂവിങ് ഔട്ട്വേർഡ്. പൊട്ടാസ്യം വെളിയിലേക്ക് പോകും, കാരണം വെളിയിൽ പൊട്ടാസ്യം കുറവാണല്ലോ. അപ്പോൾ എന്തെന്ന് ചോദിച്ചാൽ ഇത് നെഗറ്റീവ് ചാർജിലേക്ക് മാറും, കാരണം കൂടുതൽ പോസിറ്റീവ് ചാർജ് വെളിയിലോട്ട് പോകുന്നുണ്ട്. ഹൈപ്പർ പോളറൈസ്ഡ്, മോർ നെഗറ്റീവ്, സോ ലെസ് എക്സൈറ്റബിൾ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. അൺസ്റ്റേബിൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലുണ്ട്, ഫ്ലക്റ്റുവേറ്റിംഗ് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ്. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, -60 mV -40 mV. ഹാർട്ടിൽ SA നോഡ് -60 to -40. നമ്മുടെ GIT കാജൽ സെൽസ്, നമ്മുടെ റെസ്പിറേറ്ററിയിൽ മെഡില്ലയിൽ പ്രീ ബോട്ട്സിംഗർ കോംപ്ലക്സ്. ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അടുത്ത ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ. ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നോ കറണ്ട് ഫ്ലോ. ഐസോലേറ്ററി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റിംഗ് വെരി ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിൽ പോകും. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും ഇൻസൈഡിലുള്ള അകത്തുള്ളതാണ്. മനസ്സിലായി? അകത്തുള്ള സെല്ലിനെയാണ്, അകത്തുള്ള ഇതിനെയാണ് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. പൊട്ടാസ്യം ഇക്വിലിബ്രിയം. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ. ഇപ്പം പൊട്ടാസ്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പൊട്ടാസ്യം ഇൻസൈഡിലാണല്ലോ, അപ്പോൾ അത് ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകും. ഇത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഇതകത്ത് നെഗറ്റീവ് ആയി മാറും, കാരണം കൂടുതൽ പൊട്ടാസ്യം പോസിറ്റീവ് ചാർജ് വെളിയിൽ വരുമ്പോൾ ഇൻസൈഡിലുള്ളത് എന്താണോ അതാണ് ഇലക്ട്രിക്കൽ ഗ്രേഡിയൻറ്റ്. അപ്പം പൊട്ടാസ്യം ഇക്വിലിബ്രിയം നോ പൊട്ടാസ്യം മൂവ്മെൻറ്റ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും ഇലക്ട്രിക് ഗ്രേഡിയൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അത് ഈക്വലാവുന്നതാണ്. ഓക്കെ, ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ. ഇപ്പം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സോഡിയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സോഡിയം കൂടുതലുള്ളത് വെളിയിലാണ്, അപ്പോൾ അകത്തേക്ക് വരുമ്പോൾ അത് പോസിറ്റീവായി മാറും. അപ്പം സോഡിയം 60 mV ആണ്. എന്നാൽ പൊട്ടാസ്യം എങ്ങനെയാണ്? അകത്ത് കൂടുതൽ പൊട്ടാസ്യം ഉണ്ട്, പോസിറ്റീവാണ്. അതപ്പോൾ എന്ത് ചെയ്യും? വെളിയിലേക്ക് നീങ്ങും, അപ്പോൾ കൂടുതൽ നെഗറ്റീവ് ചാർജ് വരും. അങ്ങനെ അകത്തുള്ള ചാർജാണ് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ, അത് -90 ആണ്. അതുപോലെ തന്നെ ക്ലോറൈഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഔട്ട്സൈഡിലാണ് കൂടുതൽ. അപ്പം ഇതിനെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് വഴി ഹയർ കോൺസെൻട്രേഷനിൽ ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഇത് അകത്തേക്ക് വരും, അപ്പം കൂടുതൽ നെഗറ്റീവ് ചാർജ് വരും. ഇലക്ട്രിക് ഗ്രേഡിയൻ്റ് അപ്പോൾ നെഗറ്റീവ് ചാർജ് ആയിരിക്കും, -70. ഇത് നമ്മുടെ -70 നമ്മൾ പറഞ്ഞു, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ന്യൂറോൺസിന് ഈക്വലാണ് -70. അടുത്ത കാൽസ്യം കൂടുതൽ പുറത്താണ്. കാൽസ്യത്തിൻ്റെ എന്ന് പറഞ്ഞതിൽ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ വരും, അകത്ത് പോസിറ്റീവായി മാറും, +130 mV. ഇത് കണ്ടുപിടിച്ചത് നേൺസ്റ്റ് ഇക്വേഷൻ, ദാറ്റ് ഈസ് +or -61 log concentration of
ഔട്ടർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഇൻസൈഡ് ഓർ ഈസ് ഈക്വൽ ടു +or-61 ലോഗ് ഔട്ടർ ഇൻസൈഡ് കോൺസെൻട്രേഷൻ ഓർ ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ. സോ കോൺസെൻട്രേഷൻ മോർ ഔട്ട്സൈഡിലാണെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിൻ്റെ ലെസ് ആയിരിക്കും അകത്ത്. ഈ നെഗറ്റീവ് ചാർജ്ഡ് അയോൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ക്ലോറൈഡിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ പുറത്താണല്ലോ എന്ത് കൂടുതൽ. അപ്പോൾ ഈ ക്ലോറൈഡ് എന്ത് ചെയ്യും, കോൺസെൻട്രേഷൻ റെക്കമെൻഡ് ചെയ്താൽ അകത്തേക്ക് വരും. അതിപ്പം അകത്തേക്ക് വരും. ഓക്കെ എന്ന് പറഞ്ഞാൽ ഈ മെയിനായിട്ട് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഹയർ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലേക്ക് പോകും. അതുപോലെ തന്നെ ഈ അകത്തുള്ള സെല്ലിൻ്റെയാണ് ഇലക്ട്രിക് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉള്ളത്. നെക്സ്റ്റ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു സിംഗിൾ അയോൺ മൾട്ടിപ്പിൾ അയോൺ ചാനൽസിൻ്റെ അകത്താണ് സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെയൊക്കെ ഗോൾഡ്മാൻ ഇക്വിലിബ്രിയം ഇക്വേഷൻ വരുന്നത്. അതും കോൺസെൻട്രേഷൻ ഓഫ് ഗ്രേഡിയൻ്റ് പെർമിലിറ്റി ഓഫ് അയോണുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ റാപ്പിഡ് ചേഞ്ചസ് ഇൻ പെർമിലിറ്റി ഓഫ് സോഡിയം പൊട്ടാസ്യം ക്ലോറിനാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മൈനസ് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സോഡിയത്തിൻ്റെ കാര്യം തന്നെ. മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -70 ആണ്, ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ 60 ആണ്, മൈനസ് ഫോമിൽ വെച്ചിട്ട് -130. അപ്പോൾ നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ കാറ്റയോൺ മാത്രമേ എൻ്റർ ചെയ്യത്തുള്ളൂ. കാരണം ഇത് കാറ്റയോൺ പോസിറ്റീവ് ചാർജ് അല്ലേ. അപ്പം ഇതുമായിട്ട് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോത്ത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത് സെല്ലിൽ നിന്ന് ലീവ് ചെയ്യും. ഓക്കെ, അപ്പം ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മൈനസ് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യലാണ്. അതുപോലെ തന്നെ ഗിബ്സൺ ഡോണാൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ഔട്ട്സൈഡ്. ഇൻസൈഡിൽ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള കാര്യം പ്രോട്ടീനാണ് കേട്ടോ. പ്രോട്ടീൻ നെഗറ്റീവ് ചാർജാണ്. ഇതാണ് കൂടുതൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് നോൺ പെർമനൻറ്റ് അയോൺ ആണ്, നോൺ ഡിഫ്യൂസിബിൾ ആണ്. അതുപോലെ തന്നെ ഇൻസൈഡിൽ പൊട്ടാസ്യം ഉണ്ട്, ക്ലോറിൻ ഡിഫ്യൂസൽ പെർമിബിൾ ആണ്. ഔട്ട്സൈഡിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്. പ്രസൻസ് ഓഫ് നോൺ പെർമനൻറ്റ് അയോൺ ചാനൽ അഫക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെർമനൻറ്റ് അയോൺസ്. പ്ലാസ്മ പ്രോട്ടീനാണ് നമ്മുടെ കോളോയിഡ് ഓൺകോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റാർലിംഗ് ഫോഴ്സ് വഴി, ഫ്ലൂയിഡ് റീഅബ്സോർപ്ഷൻ. അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു കണക്കാണ്. കോൺസെൻട്രേഷൻ ഓഫ് ഔട്ട്സൈഡ് 1000 ആണ്, കോൺസെൻട്രേഷൻ ഓഫ് ഇൻസൈഡ് 10 ആണ്. നമ്മൾ നെയൻസ്റ്റ് ഇക്വിലിബ്രിയം ഇത് വെച്ചിട്ട് നമുക്കതിനെ മനസ്സിലാവും എന്ത് 1000 പുറത്തുണ്ട്, 10 ഉള്ളൂ അകത്ത്. അപ്പം ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകും. അപ്പോൾ അകത്തേക്ക് പോസിറ്റീവ് ചാർജ് കൂടും. അത് തന്നെയാണ് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പം പോസിറ്റീവ് 60 mV. അതുപോലെ തന്നെ ക്ലോറൈഡും ഇതും മറ്റേ ന്യൂറോണിൻ്റെയും സെയിം ആണ്, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഗിബ്സൺ ഡോണൻ എഫക്റ്റ് വഴി പ്ലാസ്മ പ്രോട്ടീനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. താങ്ക് യു.